ഇങ്ങനെയൊക്കെയാണ് മലയാളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യണോ പറഞ്ഞ്, അല്ലാതെ പ്രേമിക്കലും കാമക്കൂത്തും നടത്തുകയല്ല വേണ്ടത്. ആദ്യം ജോലി ചെയ്യുക, എന്നിട്ട് അവൻ്റെ ഒരു കുടുംബത്തെ നോക്കുക. അന്യ രാജ്യത്ത് പോയിട്ട് ഇമാതിരി തോന്നിയവാസവും അത് കഴിഞ്ഞിട്ട് ഇവനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടികളും ചെറുക്കന്മാർ നിങ്ങളെ വിദേശത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകാമെന്ന് ഏതെങ്കിലും ഒരു സ്ത്രീയോട് പറയുകയാണെങ്കിൽ അവൻ്റെ മനസ്സിലെ നന്മയോ അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലെ ഇതൊന്നും അല്ല. അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇവളെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവളുടെ രക്ഷകർത്താവാകും ഞാൻ, അതിനുശേഷം ഞാൻ പറയുന്നിടത്ത് ഇവൾ താമസിക്കും. അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ളതാണ് ഇതൊക്കെ എന്നുള്ള വിചാരമുള്ള ഒരുപാട് കാമ കഴിവേറികൾ നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തോ ഏതെങ്കിലും അറിയാത്ത ഒരുത്തം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മക്കളെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വേറെ ഒന്നുമല്ല, ഈ ആൺസുഹൃത്തിൻ്റെ കുത്തേറ്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ദുബായിലെ കരാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, എവിടെ എത്തിക്കഴിഞ്ഞാലും മലയാളികളുടെ അത്ര വൃത്തികേട് കാണിക്കുന്ന ടീമുകൾ വേറെ ആരും ഇല്ലാതാനും. അതായത് ദുബായിലായാലും കരാമ ആയാലും എവിടെ ആയിക്കഴിഞ്ഞാലും കുറേ ടീമുകളുണ്ട്. ഇവരെയൊക്കെ ഈ കാമ പേക്കൂത്തുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലസ്ത്രീകളും കുലപുരുഷന്മാരുമാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലതിൻ്റെ കാമ പേക്കൂത്തുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവറ്റകളിൽ ഏത് നാട്ടുകാരാണിടി, ഇവറ്റകളെയൊക്കെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയാണ് അവിടെ ഒരുപാടെണ്ണം ജീവിക്കുന്നത്. ഏതായാലും ഇപ്പോഴും വരുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൺ സുഹൃത്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. ആ സുഹൃത്ത് ഒരു സ്ത്രീയോട് പറയുകയാണ്, നിനക്ക് ദുബായിൽ വേണമെങ്കിൽ ഞാൻ ജോലിയാക്കി തരാം, ഞാൻ ജോലി ചെയ്യുന്ന അബുദാബിയിലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അങ്ങനെ അങ്ങ് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 1.5 വർഷമായി അവിടെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി. ഏതായാലും എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ഇവളെ കാണാൻ വരുന്നതാണ് പറയുന്നത്. പിന്നീട് ഒരുമിച്ച് താമസം ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ ഇവർ തമ്മിൽ ഏതായാലും നല്ല രീതിയിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച എന്തോ ഒരു അടിപിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും യുവതിയെ അവൻ കൊലപ്പെടുത്തിയിട്ട് നാട്ടിലേക്ക് കടക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോഴാണ് പിടി വീണത്. എയർപോർട്ടിൽ വെച്ച് തന്നെയാണ് പൂട്ടിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ദുബായ് പോലീസിലായതുകൊണ്ട് അവൻ ഇനി പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ പോയി കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ വേറൊരു കാര്യം, ഇനി മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇനി പിരിവിനിറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. അതിറങ്ങും. എന്ത് തെണ്ടിത്തരയും ഈ നാറികൾ കാണിച്ചാലും അതൊക്കെ വന്ന് വീഴുന്നത് മലയാളികളുടെ മണ്ടക്കല്ലേ. അതായത് ഏതെങ്കിലും ഒരുത്തനെ തല്ലിക്കൊല്ലും വിദേശത്ത് വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് ഓനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കോടികളുടെ പിരിവാ നടക്കുന്നത്. ഇനി ഇമ്മാതിരിയില്ല തോന്നിയവാസത്തിന് ഒരു മലയാളികൾ പോലും കൂട്ടുനിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇമ്മാതിരി തോന്നിയവാസം കാണിക്കുക, ആരെങ്കിലും കൊലപ്പെടുത്തുക, അതിനുശേഷം തന്നെ തലവെട്ടാണ്ടിക്കാൻ പോയിട്ട് വേണ്ടി ദിയാദനം കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് ബോബിയെ പോലെയുള്ളവരിങ്ങനെ ദണ്ടി നടക്കുക. ഇമ്മാതിരി കോപ്രായത്തിന് ഇനി മലയാളികൾ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവനൊന്നെന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്തുമ്പോൾ ഇവൻ ഇതൊന്നും ആലോചിക്കൂല. അതായത് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുമ്പോൾ ഇവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആലോചിക്കൂല. ഇവൻ്റെ താന്തോന്നിത്തരമാണ് ഇവൻ അവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 5 കോടി വേണമെന്ന് പറയുമ്പം യൂസഫ് അലിയോ അല്ലെങ്കിൽ ഈ ബോബി ചെമ്മണ്ണൂറോ ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുവാർന്ന് നമ്മളിത് കാണുന്നതാണ് പൊതുവേ. അതുകൊണ്ടാണ് പറയുന്നത്, ഇവന്മാരൊക്കെ അല്ലെന്ന് പറഞ്ഞ് ഇവന്മാർ എന്തിനാണ് മറ്റൊരു രാജ്യത്ത് പോകുന്നത്? ഈ പ്രേമിക്കാനും അല്ലെ ഇമാതിരി തോന്നിയവാസത്തിനുമാണോ? ഇവന്മാർ അവിടെ പോകുന്നത് എന്തിനാ? ജോലി ചെയ്യാനല്ലേ. അവിടെ എത്ര ആൾക്കാർ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് മാന്യമായിട്ട്. കുറച്ചെണ്ണം ഉണ്ട് അവിടെ കൂതറകൾ. എങ്ങനെയായാലും പൈസ ഉണ്ടാക്കണം എന്ന് കരുതുന്ന കുറച്ച് കൂതറകളുണ്ട്. ഉള്ള കാര്യം പറയുന്നത് പറയാതിരിക്ക വയ്യ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ദുബായിയായിട്ട് ബന്ധമുണ്ടാകും. നിങ്ങൾ തന്നെ ആ കരാമ വഴി ഒരു രാത്രി ഒരു 7 മണി മുതൽ അങ്ങോട്ടൊന്ന് നടന്നു നോക്ക്. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ മുഴുവൻ. അവിടെ ഉണ്ടാകുന്ന ചില നാണിപ്പിക്കുന്ന കാഴ്ചകൾ വരെ അവിടെ കാണാൻ കഴിയും. അതാണ് അവിടെ ചില ആൾക്കാർ ചെയ്തു കൂട്ടുന്നത്. പിന്നെ വേറൊരു ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കും അവിടെ. അതായത് വലിയ ശമ്പളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു 10-40,000 രൂപയെല്ലാം ബാക്കി വെക്കാൻ പറ്റുന്ന ജോലിയായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു താമസ സൗകര്യം വേണം. അതിന് ഏതെങ്കിലും ഒരുത്തനെ കൂട്ടുപിടിക്കും, നല്ല ശമ്പളമുള്ള ഏതെങ്കിലും ഒരുത്തന. അങ്ങനെ അവൻ്റെ കൂടെ പിന്നെ ലിവിങ് ടുഗദർ ഇതാണ് അവിടെ പരിപാടിയായിരുന്നു. അതായത് ലിവിങ് ടുഗദറായിട്ട് പിന്നെ അങ്ങ് കൂടുതലാണ്. ഇങ്ങനെയുള്ള കുറേ ടീമുകളും അവിടെയുണ്ട്. അതും മലയാളികൾ തന്നെയാണ്. അതായത് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചാകാൻ വേണ്ടി മാത്രം ഈ നിലകൊള്ളുന്നവരാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ പോക്കെങ്ങോട്ടാടോ? അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും അവനവനെ സൂക്ഷിച്ച് നടക്ക്. എന്തിനിങ്ങനെ ഒരു കാമപ്രാന്തരാണ് അങ്ങോട്ട് പോകുന്നത്? അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കുന്നാൽ, ഇല്ലെങ്കിൽ നാട്ടിൽ വന്ന് സെറ്റിലായിട്ട് കല്യാണം കഴിക്ക്. അല്ലാതെ അവിടെ നിങ്ങളുടെ ഈ കാമപ്പേക്കൂത്തും ഇതുപോലെ കത്തിക്കുത്തും അതുപോലെ തന്നെ ഒന്നിനു വേണ്ടിയിട്ട് 2 എണ്ണം പോയിട്ട് ചാവലും എന്തിനിങ്ങനെയെല്ലാം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല.
അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ആ അച്ഛനും അമ്മക്കും പോയി എത്രയേ ഉള്ളൂ 26 വയസ്സോളം പ്രായമുള്ള ഒരു യുവതിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു പിന്നെ കൊന്നവൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചതാണോ എന്നറിയില്ല, ഇനി അവന് ഭാര്യ ഉണ്ടോ എന്നറിയില്ല. കാരണം ദുബായിലാണല്ലോ, അതുകൊണ്ട് ഭാര്യ ഏതായാലും വന്ന് നോക്കാനൊന്നും പോകുന്നില്ലല്ലോ. അങ്ങനെയുള്ള കുറേ തെണ്ടികളുമുണ്ട്. അതായത് ദുബായിൽ ഇതേപോലെയുള്ള പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ കൂടെ താമസിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് ദുബായിൽ. അതായത് പല രാജ്യക്കാരുടെ കൂടെയും താമസിക്കുന്ന ആൾക്കാരുണ്ട്, നാട്ടിൽ വരാതെ ആൾക്കാരുണ്ട്, ഇങ്ങനെയുള്ള പരിപാടികൾക്ക് മാത്രം പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല എല്ലാ തെണ്ടിത്തരങ്ങളും ചെയ്യുന്നതാണ് നമ്മുടെ ദുബായിയും. ദുബായി ആട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുമാണ് കൂടുതൽ. അപ്പോൾ ഈയിടയ്ക്ക് ഒരു ആസിഫ് അലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതായത് മസാജ് പാർലറിൻ്റെ കാർഡ് ആസിഫ് അലിയാണ് വിതരണം ചെയ്യുന്നത് ഇങ്ങനെ പോക്കറ്റിലിട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതും മലയാളികൾ തന്നെയാണെന്നാണ് ആ സിനിമയിലൂടെ കാണിക്കുന്നത്. അതായത് മലയാളികൾക്കില്ലാത്ത ബന്ധങ്ങളില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്ന മക്കളെ, നിങ്ങളെ ഈ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നിങ്ങളെ കോർത്തിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടീം ഉണ്ടാകും. അതായത് നിന്നെ ഞാൻ ദുബായിലേക്ക് കൊണ്ടുവരാം, ഇവിടെ നിന്നെ വിസിറ്റിങ്ങിൽ കൊണ്ടുവന്ന് നിനക്കൊരു ജോലി ശരിയാക്കി തരാം എന്ന് പറയുമ്പോൾ വീണ് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ജോലി കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം പോയിട്ട് അവിടെ നിന്ന് കറങ്ങി വരാം. പക്ഷേ അപ്പോഴേക്കും നിങ്ങളുടെ മാനം അവൻ കവർന്നെടുത്തിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെയുള്ളൊരു ലോകമാണ് ദുബായ്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ നമുക്ക് തോന്നൂല. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ പിന്നെ പറയാനുണ്ടോ, ഏതെങ്കിലും ഒരു പണച്ചാക്കിൻ്റെ കൂടെയാണ് നിങ്ങൾ പെട്ടുപോയതെങ്കിൽ പിന്നെ അവൻ നിങ്ങളുടെ മാനം കവരാതെ അവൻ വിടൂല. അവന് ഭാര്യയും മക്കളുടെ നാട്ടിലുണ്ടാകും, ഇല്ലെങ്കിൽ അവൻ്റെ ഭാര്യയും മക്കളും അവിടെ തന്നെ ഉണ്ടാകും. അതൊന്നും ഇവന്മാർക്ക് പ്രശ്നമല്ല. ഇവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടാ, അവിടെ എല്ലുമുറിയ പണിയെടുത്ത് കുടുംബത്തെ നോക്കുന്ന ഈ സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഇതുപോലെയുള്ള തെണ്ടിത്തരം കാണിക്കുന്നവരുമുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ ഒരു പയ്യന്നൂർ കണ്ണൂർ എവിടെയുള്ള ഒരു ചങ്ങാതിനെ പരിചയപ്പെട്ടപ്പോഴേ അവൻ സ്ഥിരമായിട്ട് അവൻ്റെ ആ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വരുമെന്നാണ് പറയുന്നത്. ഒരു ദിവസം ഇവൻ ചോദിച്ചു ഭാര്യയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എടുത്ത വായിക്ക് പറയില്ല, എൻ്റെതല്ല വല്ലവൻ്റെയും ഭാര്യയാണെന്ന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, മലയാളികളാണ്. ഇങ്ങനെയുള്ള തെണ്ടിത്തരമാണ് അവിടെ നടക്കുന്നത്. അവൻ എടുത്ത വായിക്ക് പറയുകയാണ് എൻ്റെ ഭാര്യയല്ല വല്ലവൻ്റെയും ഭാര്യയെന്ന്, അവർ വൈകുന്നേരവും പോയിക്കോളുന്ന്. ഇതാണ് അവിടെ നടക്കുന്ന പരിപാടികൾ. അപ്പം ഇങ്ങനെ ഒരുപാട് പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. ഇനി ഇതിനായിട്ട് പോകുന്ന കുറേ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ പിന്നെ എന്താ പറയുക സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ആരെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളെ വശത്താക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അവർക്ക് നിങ്ങളെ കുടുംബം രക്ഷിക്കാനോ നിങ്ങളെ കുടുംബത്തെ അങ്ങ് എന്നാ ഉന്നതിയിലെത്തിക്കാനോ ഒന്നുമല്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു കൊലേൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുമായിട്ടുള്ള ബന്ധം മാറിയിട്ട് ആ ഒരു സ്ത്രീക്ക് വേറൊരു ബന്ധം എന്തെങ്കിലും വന്നിട്ടുണ്ടാകും. അതായത് ഇവർക്ക് അങ്ങനെയാണ് ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്ന് പിന്നെ അയാൾ ചിലപ്പോൾ പുറത്ത് നിൽക്കുമ്പോഴേക്കും മറ്റവൻ പറയുന്നത് ഇനി വേണ്ടാട്ടാ, ഇനി നമ്മൾ തമ്മിൽ ആ ബന്ധമെന്ന്. കാരണം ഇതൊക്കെ മലയാളികൾക്കല്ലേ ഭയങ്കര ഇത് ആണ് ലിവിങ് ടുഗദർ. അതുപോലെ തന്നെ അവൻ്റെ കിസ്സടിക്കൽ, ഇതിൻ്റെ ചുംബന സമരങ്ങൾ, ഇങ്ങനെ മാങ്ങാത്തൊലികൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളല്ലേ കണ്ടുപിടിക്കുന്നത്. മലയാളികൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കരല്ലേ. എന്നിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വലിയ അഭിമാനം, ഞങ്ങൾ ഭയങ്കര അഭിമാനികളാണ് ഞങ്ങൾ. ഇപ്പം നാറിയില്ലേ, ദുബായ് പോലീസിൻ്റെ മുന്നിൽ വരെ നാറിയില്ലേ. അതുപോലെ കുവൈത്ത് പോലീസിൻ്റെ മുന്നിൽ കഴിഞ്ഞ ആഴ്ചയാണ് നാറിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്ത് കളിക്കുക ഇതെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് മലയാളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യടോ പറഞ്ഞ്, അല്ലാതെ പ്രേമിക്കലും ഈ പേക്കൂത്തും നടത്തുകയല്ല വേണ്ടത്. ആദ്യം ജോലി ചെയ്യുക, എന്നിട്ട് അവൻ്റെ ഒരു കുടുംബത്തെ നോക്കുക. അന്യ രാജ്യത്ത് പോയിട്ട് ഇമാതിരി തോന്നിയവാസവും അത് കഴിഞ്ഞിട്ട് ഇവനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടികളുടെ പിരിവും. ഓക്കെ, നന്ദി, നമസ്കാരം.